नमस्ते। आज की कक्षा में सबको हार्दिक स्वागत। पिछली कक्षा में हजारी प्रसाद द्विवेदी ने लिखी हुई नाखून क्यों बढ़ते हैं नामक निबंध के बारे में पढ़ा। उसका कुछ भाग पढ़ा। यहाँ लगा कि बेटी ने एक शंका उड़ाया, आदमी के नाखून क्यों बढ़ते हैं। उस समय कुछ लाख वर्ष के पहले मनुष्य जंगली था, वन मानुष था। उस समय मनुष्य को नाखून की ज़रूरत थी। ये नाखून के अलावा कुछ भी वस्तुएं भी उसके स्थान पर आया, दांत आया और पत्थर के ठेले और पेड़ के डाले आए। उसके अलावा हड्डियों से बना हुआ अस्त्र भी आया। और यहाँ नाखून के आज के बच्चों को नाखून न काटने के लिए माता पिता डांटता है, लेकिन कुछ वर्ष पहले, लाखों वर्ष पहले यह एक अस्त्र के हथियार के रूप में प्रयोग करते थे। प्रकृति का नियम है नाखून को बढ़ना, और नाखून के अलावा केश भी बढ़ता जा रहा है। कुछ हजार वर्ष पहले मनुष्य ने अपने नाखूनों को सुकुमार विनोदों के लिए उपयोग में लाना शुरू किया। यहाँ लोग कहते हैं भारतवासी नाखूनों को जम के संवारता था। यह नाखून को काटने की कला बहुत मनोरंजक भी थी। विविध आकृतियों में नाखून को काटता था। त्रिकोण, वर्तुलाकार, चंद्राकार और दंतुल आदि विविध आकृतियों के नाखून उन दिनों में अपनी भारतवासियों ने नागरिकों के न जाने किस काम आया करते थे। और यहाँ बड़े बड़े नखों को पसंद करने वाले लोग भी हैं, और दक्षिणादि के लोग छोटे नखों को बहुत पसंद करते थे। हर एक राज्य की, हर एक देश की लोगों की अपनी अपनी रुचि है। हर एक काल की भी अपनी अपनी रुचि होते हैं। नेक्स्ट നമ്മൾ എടുക്കാൻ പോകുന്നത് नेक्स्ट पैराग्राफ। मानव शरीर का अध्ययन करने वाले प्राणी विज्ञानियों का निश्चित मत है कि मानव चित्त की भांति मानव शरीर में भी बहुत सी अभ्यासजन्य सहज वृत्तियाँ रह गई है। അപ്പം മാനവ ശരീര അധ്യയൻ करने वाले, അതായത് മനുഷ്യ ശരീരത്തെക്കുറിച്ച് പഠിക്കുന്ന പ്രാണി വിജ്ഞാനിയോംക, അതായത് ബയോളജിസ്റ്റുകൾ, അവരുടേതായ ഒരു നിശ്ചിത മത് ഹേ, അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഉറച്ചൊരു അഭിപ്രായമുണ്ട്. മാനവ് ചിത്ത് കി ഭാന്തി, മനുഷ്യ മനസ്സിനെ പോലെ തന്നെ മാനവ ശരീർ में भी, മനുഷ്യ ശരീരത്തിലും बहुत सी അഭ്യാസജന്യ സഹജവൃത്തിയാ രഹി ഹേ, മനുഷ്യ ശരീരത്തിലും ഒരുപാട് പ്രാക്ടീസ്ഡായിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, സഹജമായിട്ടുള്ള വികാരങ്ങളൊക്കെ മനുഷ്യ ശരീരത്തിലും ഉണ്ട് എന്നവർ അവരുടേതായിട്ടുള്ള ഒരു അഭിപ്രായം അവരെ പറയണ്ടായി. അപ്പം മനുഷ്യ ശരീരത്തെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് മനസ്സിലായ കാര്യമാണ്, മനുഷ്യ മനസ്സിനോടൊപ്പം തന്നെ മനുഷ്യ ശരീരത്തിലും ഒരുപാട് സ്വാഭാവികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, വികാരങ്ങളൊക്കെ ഉണ്ടെന്നുള്ളവർ മനസ്സിലാക്കി. ദീർഘകാലത്ത് ഉനക്ക് ആവശ്യകത രഹി ഹേ, അതിനു വേണ്ടിയിട്ട് ഒരുപാട് കാലം അത് ഉനക്ക് ആവശ്യകത രഹി ഹേ, അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യ ശരീരത്തിൽ ഒരുപാട് പ്രാക്ടീസ്ഡായിട്ടുള്ള സഹജമായിട്ടുള്ള വികാരങ്ങൾ അതെല്ലാം മനുഷ്യ ശരീരത്തിന് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. അത് ഏവ ശരീരനെ अपने भीतर एक ऐसा गुण पैदा कर लिया है कि वे वृत्तियाँ अनायास ही और शरीर के अनजान में भी अपने आप काम करती है. അതുകൊണ്ട് തന്നെ നമ്മുടെ മനുഷ്യ ശരീരം എന്ന് പറയുന്നത് अपने भीतर एक ऐसा गुण पैदा कर लिया है, നമ്മുടെ ഉള്ളിലെ, മനുഷ്യ ശരീരത്തിൻ്റെ ഉള്ളിലെ ഒരു അങ്ങനെയുള്ളൊരു ഗുണം തന്നെ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നത്. എന്താണ്? വേ വൃത്തിയാം അനായാസ്ഹി, ആ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ആ വികാരങ്ങൾ എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ ശരീരക്കെ അഞ്ചാൻ മേ ബി, ശരീരം അറിയാതെ തന്നെ
അപ്പനെ ആപ്പ് കാം കർത്തി ഹേ, അതവിടെ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിലെ മനുഷ്യ ശരീരത്തിൻ്റെ ഉള്ളിലെ ഓരോ അവയവങ്ങൾ അല്ലെങ്കിൽ മനുഷ്യ ശരീരം നമ്മുടെ ശരീരം അറിയാതെ തന്നെ എന്ത് ചെയ്യുന്നു പറയുന്നത്, ആ ഓരോരോ പ്രവർത്തനങ്ങൾ അത് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത്. നാഖുൻ കാ ബട്ന ഉസ്മേം സേഖ് ഹേ, അപ്പോൾ നമ്മളറിയുന്നില്ല, നമ്മുടെ ശരീരം നമ്മളറിയാതെ തന്നെ നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾ അതിൽ മാറ്റങ്ങൾ നടക്കുന്നു എന്ന് പറയുന്നത് അത് പ്രകൃതി നിയമമാണെന്ന് പറയുന്നു. നമ്മളറിയാതെ തന്നെയാണ് നടക്കുന്നത്. അതിലൊന്നാണ് നാഖുൻ കാ ബട്ന ഉസ്മേം സേഖ് ഹേ, നഖം വളരുക എന്നുള്ളതാണ് അതിലൊന്ന്. അപ്പോൾ നമ്മളറിയാതെ തന്നെ നമ്മൾ മുറിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നഖം 2-3 ദിവസത്തിനുള്ളിൽ വീണ്ടും അത് വളർന്നു കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളറിയാതെ തന്നെ നമ്മുടെ ശരീരം അല്ലെങ്കിൽ നമ്മളറിയാതെ തന്നെ നടക്കുന്നൊരു പ്രവർത്തനമാണത് എന്ന് പറയുന്നത്. കേശ് കാ ബട്ന ദൂസരാ ഹേ, അതുപോലെ നമ്മൾ മുടി മുറിച്ച് കഴിഞ്ഞാൽ കേശ് മുടി അത് വളരുക എന്ന് പറയുന്നതാണ് അടുത്ത പ്രവർത്തനം. ഇപ്പോൾ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളാണ് പറയുന്നത്. മനുഷ്യ മനസ്സിൽ മാത്രമല്ല മനുഷ്യ ശരീരത്തിൽ നമ്മൾ അറിയാതെ തന്നെ പല മാറ്റങ്ങൾ പല കാര്യങ്ങൾ അവിടെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നു. ആദ്യം പറഞ്ഞു നഖം നമ്മൾ മുറിച്ച് കഴിഞ്ഞാൽ 2-3 ദിവസത്തിനുള്ളിൽ വീണ്ടും അത് വളരുന്നു. മുടിയായാലും അങ്ങനെ തന്നെ, നമ്മൾ എങ്ങനെ മുടി മുറിച്ച് കളഞ്ഞാലും മുഴുവനായിട്ട് മുറിച്ച് കളഞ്ഞാലും കുറച്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും പഴയ പോലെ നമുക്ക് മുടി വളരുന്നു എന്നാണ് പറയുന്നത്. ദാന്ത് കാ ദുബാര ഉടന തീസരാ ഹേ, നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് അല്ലേ. ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്ത് നമ്മുടെ ആ ചെറിയ പല്ലുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, പാൽപ്പല്ലുകൾ അല്ലേ, അതെല്ലാം എന്ത് ചെയ്യുന്നു, അത് പറിച്ച് കളഞ്ഞ് നമുക്ക് എന്ത് ചെയ്യുന്നു, പുതിയ പല്ലുകൾ നമുക്കുണ്ടാവുന്നു. അപ്പോൾ ദാന്ത് കാ ദുബാര ഉടന തീസരാ ഹേ, പല്ല് രണ്ടാമതും വരിക എന്ന് പറയുന്നതാണ് അടുത്ത പ്രവർത്തനം. ഒരു പല്ല് പറഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ആ സ്ഥാനത്ത് വേറൊരു പല്ല് നമുക്ക് മുളച്ചു വരുന്നു. പലകോംക ഗിർന ചൗദാഹേ, കൺപോളകളിൽ നമ്മുടെ ഈ കൺപോളകളിലെ ആ മുടികൾ അത് കൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ അത് വീണ്ടും വളരുന്നു എന്ന് പറയുന്നത്. അത് പലകോംക ഗിർന ചൗദാഹേ, അത് കൊഴിയുന്നു എന്ന് പറയുന്നത്. കൺപോളകളിൽ നമ്മൾ ഇമ എന്ന് പറയും അല്ലേ, അത് ആ മുടി എന്ത് ചെയ്യുന്നു, കൊഴിഞ്ഞു പോകുക എന്ന് പറയുന്നതും പ്രകൃതി നിയമമാണ്. നമ്മുടെ ശരീരം അത് നമ്മളറിയാതെ തന്നെ നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നവർ. അപ്പോൾ 4 കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞത്. ഒന്നാമത്തെ നാഖുൻ കാ ബട്ന ആണ്, രണ്ടാമത്തെ കേശ് കാ ബട്ന, മൂന്നാമത്തെ ദാന്ത് കാ ദുബാര ഉടന, നാലാമത്തെ പലകോം കാ ഗിർന. അപ്പോൾ ഈ 4 പ്രവർത്തനങ്ങളും എന്താണ്, ശരീർ കെ അൺജാൻ മേ ബി, ശരീരം അറിയാതെ തന്നെ എന്ത് ചെയ്യുന്നു, അപ്നെ ആപ് കാം കർത്തേ ഹേ, അത് സ്വയം അവിടെ പ്രവർത്തിക്കുന്നു. അപ്പോൾ കുറച്ച് പ്രവർത്തനങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള കുറച്ച് ഗുണങ്ങളാണ് പറയുന്നത്. നമ്മളറിയാതെ തന്നെ അതവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന 4 കാര്യമാണ്. നഖം, മുടി, അതുപോലെ പല്ല്, പലക്, ആംഗം കെ പലക്, കൺപോളകളിൽ. और असल में सहजात वृत्तियाँ अनजान की स्मृतियों को ही कहते हैं. ഇവിടെ അസൽമേ വാസ്തവത്തിൽ സഹജാത വൃത്തിയാം, അതായത് സ്വാഭാവികമായിട്ടുള്ള ഈ പ്രവർത്തനങ്ങൾ അൻജാൻ കി സ്മൃതിയോ കോഹി കത്തെ ഹേ, നമ്മളറിയാത്ത തന്നെ നമ്മുടെ ഓർമ്മകളായിട്ട് അതിനെ പറയുന്നു. അൻജാൻ കി സ്മൃതിയോ കോഹി കത്തെ ഹേ, നമ്മളറിയാത്ത നമ്മുടെ ഓർമ്മകളെയാണ് അങ്ങനെ പറയുന്നത്. നമ്മുടെ സഹജാത വൃത്തിയാം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ടാവുന്നത്. ഹമാരി ഭാഷ മേ ബി ഇസ്കെ ഉദാഹരൺ മിൽത്തെ ഹേ, നമ്മുടെ ഭാഷയിലും ഇതുപോലെയുള്ള ഉദാഹരണങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. അഗർ ആദമി അപ്പനെ ശരീർ की मन की और वाक की अनायास घटने वाली वृत्तियों के विषय में विचार करे तो उसे अपनी वास्तविक प्रवृत्ति पहचानने में बहुत सहायता मिले. अगर आदमी अपने शरीर की, मन की और वाक की अनायास घटने वाली वृत्तियों के विषय में, ഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കുക, നമ്മുടെ ഒരു മനുഷ്യൻ അവൻ്റെ ശരീരത്തിൻ്റെ, മനസ്സിൻ്റെ, അതുപോലെ വാക്കുകളുടെ അനായാസ് ഘടനവാലി വൃത്തി നോക്കിയ വിഷയമേ, വളരെ എളുപ്പത്തിൽ അനായാസം സംഭവിക്കുന്ന പ്രവർത്തനങ്ങളുടെ വിഷയത്തെക്കുറിച്ച് വിചാർ കരേത്തോ, ചിന്തിക്കുകയാണെങ്കിൽ ഉസേ അപ്പനി വാസ്തവിക പ്രവൃത്തി പഹച്ചാനമേ ബഹുത്ത് സഹായത മിലേ, അവൻ്റെ ശരീരത്തിലുണ്ടാകുന്ന അല്ലെങ്കിൽ ആ ശരിയായിട്ടുള്ള പ്രവർത്തനം എന്താണെന്ന് പഹച്ചാനമേ തിരിച്ചറിയുന്നതിൽ ബഹുത്ത് സഹായത മിലേ, ഒരുപാട് സഹായം അല്ലെങ്കിൽ ഒരുപാട് സഹായം അതിൽ നിന്ന് കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ആയാലും മനസ്സിൻ്റെ ആയാലും വാക്കുകളുടെ ആയാലും ഭാഷയുടെ കാര്യം പറഞ്ഞു,
അങ്ങനെ ഏത് കാര്യമായാലും നമുക്ക് പെട്ടെന്ന് സംഭവിക്കുന്ന ആ പ്രവർത്തനങ്ങളെക്കുറിച്ച്, ആ വിഷയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അതിൻ്റെ ശരിയായ പ്രവർത്തനം എന്താണെന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് സഹായകമായിട്ട് തീരും. പർ കോൺ സോച്ച്താ ഹേ, പക്ഷെ ആരാണ് ഇതെല്ലാം ചിന്തിക്കുന്നത്? നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? നമ്മൾ ചിന്തിക്കുന്നില്ല. सोचना तो क्या, उसे इतना भी पता नहीं चलता कि उसके भीतर नग बढ़ा लेने की जो सहजात वृत्ति है वह उसके पशुत्व का प्रमाण है. പശുത്വം എന്ന് പറഞ്ഞാൽ മൃഗീയത, കടത്തം എന്നൊക്കെ പറയാം. പ്രമാണം എന്ന് പറഞ്ഞാൽ പ്രൂഫാണ്, തെളിവാണ്. അപ്പോൾ അത് ചിന്തിക്കാനായിട്ട് എന്നാൽ ആർക്കും സമയമില്ല എന്ന് പറയുന്നത്. സോച്ച് തോക്ക, ഇപ്പം ചിന്തിച്ചിട്ട് ഇപ്പം എന്തിനാണെന്നാണ് ചോദിക്കുന്നത്. ഉസെ ഇത്തനാ ബി പതാ നഹീം ചലത്താക്കി ഉസ്കെ ഭീതർ നഖ് ബടാ ലേനയ്ക്ക് ജോ സഹജാത് വൃത്തി ഹേ, നമ്മുടെ ഉള്ളിലെ നഖത്തിൻ്റെ വളരാനുള്ള സ്വാഭാവികമായിട്ടുള്ള പ്രവർത്തനം അവിടെ ഉണ്ട്. അപ്പോൾ ഉസ്കെ പശുത്വക്ക് പ്രമാൺ ഹേ, അത് നമ്മുടെ മൃഗീയതയുടെ തെളിവാണ്. ഉസ്കെ ഇത്തനാ ബി പതാ നഹീം ചലത്ത, ഇതുപോലും നമുക്കറിയാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ വിവരങ്ങൾ പോലും നമുക്കറിയാനായിട്ട് സാധിക്കുന്നില്ല. പിന്നെ സോച്നേസേ ക്യാ പ്രയോജൻ, പിന്നെ ചിന്തിച്ചിട്ട് എന്താണ് കാര്യം? उन्हें काटने की जो प्रवृत्ति है वह उसकी मनुष्यता की निशानी है, और यद्यपि पशुत्व के चिन्ह उसके भीतर रह गए हैं पर वह पशुत्व को छोड़ चुका है. उन्हें काटने की जो प्रवृत्ति है, നാഖുനം കോ കാട്ടനെ കി ജോ പ്രവൃത്തി ഹേ, ഈ നഖങ്ങളെ നമ്മൾ മുറിക്കാനായിട്ടുള്ള, വെട്ടിക്കളയാനുള്ള നമ്മുടെ പ്രവർത്തനം എന്ന് പറയുന്നത് വഹ് ഉസ്കി മനുഷ്യത കി നിശാനി ഹേ, നമ്മുടെ മനുഷ്യത്വത്തിൻ്റെ അടയാളമായിട്ടാണ് പറയുന്നത്. നിശാനി, അടയാളം. ഇപ്പം നഖം മുറിച്ച് കഴിഞ്ഞാൽ നമ്മൾ മനുഷ്യനായി മാറിയെന്നാണ് പറയുന്നത്. മനുഷ്യത്വത്തിൻ്റെ അടയാളമായിട്ട് പറയുന്നത് നഖം കി കാട്ടനെ കി പ്രവൃത്തി ഹേ. യഹാ യദ്യപി പശുത്വക്കെ ചിഹ്ന ഉസ്കെ ഭീതർ ഗേ ഹേ, എന്നിരുന്നാലും പശുത്വക്കെ ചിഹ്ന, പശുത്വത്തിൻ്റെ മൃഗീയതയുടെ അടയാളം, ചിഹ്ന അടയാളം ഉസ്കെ ഭീതർ ഗേ ഹേ, നമ്മുടെ ഉള്ളിലെ, മനുഷ്യൻ്റെ ഉള്ളിലെ ഉണ്ടെന്നാണ് പറയുന്നത്. നഖം മുറിച്ച് കളഞ്ഞാൽ നമ്മുടെ മനുഷ്യത്വത്തെയാണ് കാണിക്കുന്നത്. പക്ഷേ നമ്മുടെ ഉള്ളിൽ എന്തുണ്ടെന്ന് പറയുന്നത് പശുത്വക്കെ ചിഹ്ന, മൃഗീയതയുടെ ചിഹ്നം നമ്മുടെ ഉള്ളിലെ അപ്പോഴും വസിക്കുന്നുണ്ടെന്ന് പറയുന്നത്. പർവഹ പശുത്വക്കോ ചോട്ചുക ഹേ, പക്ഷേ പശുത്വക്കോ, ആ പശുത്വം, ആ മൃഗീയതയെ ചോട്ചുക ഹേ, കഴിയണം, നമുക്ക് ഉപേക്ഷിക്കാനായിട്ട് സാധിക്കണമെന്നാണ് പറയുന്നത്. പശു ബൻകർവ ആകെ നഹിം ബഡ് സക്ത, മൃഗമായിട്ട് നമുക്ക് മുന്നോട്ട് ജീവിക്കാനായിട്ട് സാധിക്കില്ല. അപ്പം നമ്മുടെ ഉള്ളിലെ പശുത്വം എന്ന് പറയുന്നത്, മൃഗീയതയെ നമുക്ക് ഉപേക്ഷിക്കാനായിട്ട് സാധിക്കണം എന്നാണ് പറയുന്നത്. നമ്മുടെ ഉള്ളിൽ അതുണ്ടെന്നാണ് പറയുന്നത്. നഖം മുറിച്ച് കളഞ്ഞുകൊണ്ട് അത് ഇല്ലാതെയാവുന്നില്ല, നമ്മുടെ ഉള്ളിൽ അതുണ്ട്. പശു ബൻകർവ ആകെ നഹിം ബഡ് സക്ത, ഒരു മൃഗമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. ഉസേ കോയി ഓർ രാസ്ത ഘോഷന ചാഹിയേ, അതുകൊണ്ട് നമുക്ക് എന്ത് വേണം? കോയി ഓർ രാസ്ത, വേറെ എന്തെങ്കിലും മാർഗം, വേറെ ഏതെങ്കിലും വഴി നമ്മൾ ഘോഷന ചാഹിയെ, അന്വേഷിക്കണം. ഇപ്പം നഖം മുറിച്ച് കളഞ്ഞതുകൊണ്ട് നമ്മുടെ ഉള്ളിലെ പശുത്വം എന്ന് പറയുന്നത്, മൃഗീയത എന്ന് പറയുന്നത് അവസാനിക്കുന്നില്ല. നമ്മൾ പക്ഷേ ഒരു മൃഗമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാനും സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ കോയി രാസ്ത ഘോഷന ചാഹിയേ, വേറെ ഏതെങ്കിലും വഴി നമ്മൾ അന്വേഷിക്കണം. अस्त्र बढ़ाने की प्रवृत्ति मनुഷ്യത की വിരോധിനി ഹേ. അസ്ത്ര बढ़ाने की പ്രവൃത്തി, ആയുധമുണ്ടാക്കുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് മനുഷ്യത की വിരോധിനി ഹേ, മനുഷ്യത്വത്തിൻ്റെ എതിരാളിയാണ് ആയുധമുണ്ടാക്കുക എന്ന് പറയുന്നത്. ആയുധമുണ്ടാക്കുന്ന പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് മനുഷ്യത की വിരോധിനി ഹേ, നമ്മുടെ മനുഷ്യത്വത്തിൻ്റെ എതിരാളിയാണ്, വിരോധിനിയാണെന്ന് പറയുന്നത്. लेखक कहता है मेरा मन पूछता है किस और मनुष्य किस और बढ़ रहा है, पशुदा की ओर या मनुष्यदा की ओर. उस समय लेखक कहते हैं मेरा मन पूछता है, എൻ്റെ മനസ്സ് ചോദിക്കുകയാണ്, കിസ് ഓർ മനുഷ്യ ബഡ് രഹാ ഹേ, എവിടേക്കാണ് മനുഷ്യൻ, എവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? പശുദാ की ओर या मनुഷ്യदा की ओर, പശുത മൃഗീയതയിലേക്കാണോ, അതുപോലെ തന്നെ മനുഷ്യത്വത്തിലേക്കാണോ നമ്മുടെ മനുഷ്യരെ പോയിക്കൊണ്ടിരിക്കുന്നത്? അസ്ത്ര ബഠാനേക്ക് ഓർ യാ അസ്ത്ര കാട്ടനേക്ക് ഓർ, ആയുധങ്ങൾ ഉണ്ടാക്കാനാണോ ആയുധങ്ങളെ ഇല്ലാതാക്കാനാണോ പോകുന്നത്? മേരി നിർബോധ ബാലികാനെ മാനോ മനുഷ്യ ജാതി സേ ഹി പ്രശ്ന കിയാ ഹേ, ജാനത്തെ ഹോ നാഗുൻ ക്യോം ബഡ്തേ ഹേ.
അപ്പോൾ നമ്മൾ പറഞ്ഞു नाखून को काटने से हमारे मन की हमारे भीतर की पशुता कभी नहीं छोड़ चुका है. നമ്മുടെ ഉള്ളിലെ ആ മൃഗത്വം അല്ലെങ്കിൽ മൃഗീയത എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും അത് അവസാനിക്കുന്നില്ല. उस समय लेग कहता है लेग पूछता है किस और मनुष्य आगे बढ़ रहा है. മനുഷ്യൻ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? പശുതാ की ओर बढ़ रहे हैं और മനുഷ്യതാ की ओर बढ़ रहा है. മൃഗീയതയിലേക്കാണോ അതുപോലെ മനുഷ്യത്വത്തിലേക്കാണോ അവർ പോയിക്കൊണ്ടിരിക്കുന്നത്? വീണ്ടും ചോദിക്കേണ്ടത് അസ്ത്ര बढ़ाने की ओर आगे बढ़ रहा है और अस्त्र काटने की ओर बढ़ रहा है. ആയുധങ്ങൾ വർദ്ധിപ്പിക്കാനാണോ കൂടുതൽ ഉണ്ടാക്കാനാണോ അതോ ആയുധങ്ങൾ കുറയ്ക്കാനാണോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്? मेरी निर्बाध बालिका ने मानो मनुष्य जाति से ही प्रश्न किया है. നിർബോധ ബാലിക ആ ചെറിയ കുട്ടിയാണ്, ചെറിയ പ്രായത്തിൽ ആ കുട്ടിയുടെ ആ ബോധമില്ലാത്ത പ്രായത്തിലെ ആ പെൺകുട്ടി സ്വന്തം മോൾ ചോദിച്ച ആ ചോദ്യമാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? ആ ചോദ്യത്തിൽ ചോദിക്കുന്നത് എങ്ങനെയാണ്? മനുഷ്യജാതി സെ ഹി പ്രശ്ന കിയാ ഹേ. മനുഷ്യജാതിയോടാണ്, അതായത് മനുഷ്യനോടാണ് ആ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. എന്താണ്? ജാൻതേ ഹോ നാഖുൻ ക്യോം ബഡ്തേ ഹേ. നിങ്ങൾക്കറിയുമോ? തും ജാൻതേ ഹോ, നിങ്ങൾക്കറിയാമോ? നാഖുൻ ക്യോം ബഡ്തേ ഹേ, എന്തുകൊണ്ടാണ് നഖം വളരുന്നത്? യേ ഹമാരി പശുതാക്കെ അവശേഷ് ഹേ. നഖം വളരുക എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലെ മൃഗീയതയുടെ ബാക്കി പത്രമായിട്ടാണ് പറയുന്നത്. മൃഗീയത ബാക്കി നമ്മുടെ ഉള്ളിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ അടയാളമായിട്ടാണ് പറയുന്നത്. ഹമാരി പശുതാക്കെ അവശേഷ് ഹേ. നമ്മുടെ മൃഗീയതയുടെ അവശേഷമാണത്, ബാക്കി നിൽക്കുന്ന ഒന്നാണത്. മേം ബി പൂച്ച്താ ഹോ ജാൻതേ ഹോ ये अस्त्र शस्त्र क्यों बढ़ रहे हैं. मैं भी पूछता हूँ. पूछता है लेगन ചോദിക്കുകയാണ്, ഞാൻ ചോദിക്കുകയാണ്. എന്താണ്? തും ജാൻതേ ഹോ ये अस्त्र शस्त्र क्यों बढ़ रहे हैं. എന്തുകൊണ്ടാണ് ഈ ആയുധങ്ങൾ ഇങ്ങനെ ഒരുപാട് വികസിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ കൂടുതലായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? ये हमारी പശുതാക്കി നിശാനി ഹേ. ഇതാണ് നമ്മുടെ മൃഗീയതയുടെ അടയാളമായിട്ടാണ് പറയുന്നത്. ഭാരതീയ ഭാഷാओं में प्रायः ही अंग्रेज़ी के इंडिपेंडेंस शब्द का समानार्थक शब्द नहीं व्यवहृत होता. ഇവിടെ പറയുന്നുണ്ട് ഭാരതീയ ഭാഷാവുമേ, ഭാരതീയ ഭാഷകളിലെ എന്താ പറയുന്നത്? പ്രായ മിക്കവാറും തന്നെ അംഗ്രേസിക്ക് ഇൻഡിപെൻഡൻസ് ശബ്ദക്ക, അംഗ്രേസിയിൽ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന വേർഡ്, അംഗ്രേസിക്ക് ഇൻഡിപെൻഡൻസ് ശബ്ദക്ക സമാനാർത്ഥക് പദ്, അതിൻ്റെ അതേ അർത്ഥം വരുന്ന സമാനർത്ഥം വരുന്ന വേഡ് നഹി വ്യവഹദ് ഹോത്ത ഉപയോഗിക്കുന്നില്ല. വ്യവഹദ് എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുക, നഹി വ്യവഹദ് ഹോത്ത ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഭാരതീയ ഭാഷകളിൽ ഇംഗ്ലീഷിൽ നമ്മൾ പ്രയോഗിക്കുന്ന ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ആ വേഡിൻ്റെ സമാനാർത്ഥം വരുന്ന വാക്കുകൾ നമ്മൾ ഒരിക്കലും ഉപയോഗിക്കുന്നില്ല എന്നാണ് പറയുന്നത്. 15 अगस्त को जब अंग्रेज़ी भाषा के पत्र इंडिपेंडेंस की घोषणा कर रहे थे, देशी भाषा के पत्र स्वाधीनता दिवस की चर्चा कर रहे थे. ഇപ്പോൾ പറയുന്നൊരു കാര്യമാണ്. എന്താണ്? 15 अगस्त हो, ഓഗസ്റ്റ് 15-ാം തീയതി, ജബ് അംഗ്രേസി ഭാഷ കെ പത്ര, അതായത് ഇംഗ്ലീഷ് ഭാഷയിലുള്ള പത്രത്തിലെ ഓഗസ്റ്റ് 15-ാം തീയതി, അതായത് 1947 ഓഗസ്റ്റ് 15-ന് ആ പത്രത്തിൽ വന്നതാണ്. എന്താണ്? ഭാഷ കെ പത്ര ഇൻഡിപെൻഡൻസ് കി ഘോഷണ കർ രഹേ തേ. ഇൻഡിപെൻഡൻസിനെ കുറിച്ച് അവർ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഘോഷണ, അനൗൺസ് ചെയ്യുക. ഇതിനെക്കുറിച്ചാണ് ഇൻഡിപെൻഡൻസ്. ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വാതന്ത്ര്യമാണ്. ഇൻഡിപെൻഡൻസ് കി ഘോഷണ കർ രഹേ തേ. അപ്പോൾ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ദേശീ ഭാഷാക്കെ പത്ര, നമ്മുടെ ദേശീയ ഭാഷയായിട്ടുള്ള പത്രങ്ങളിൽ സ്വാധീനതാ ദിവസ് കി ചർച്ച കർ രഹേ തേ. അപ്പോൾ ഇംഗ്ലീഷ് പത്രങ്ങളിൽ വന്നത് ഇൻഡിപെൻഡൻസ് ആണ് എങ്കിലും അവിടെ നമ്മുടെ രാജ്യത്തുള്ള ബാക്കി പത്രങ്ങളിൽ വന്നത് സ്വാധീനതാ ദിവസ് എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. ഇൻഡിപെൻഡൻസിന് നമ്മൾ ഉപയോഗിച്ചത് സ്വാധീനതാ ദിവസ് എന്നാണ് അവർ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. इंडिपेंडेंस का अर्थ है अनधीनता या किसी की अधीनता का अभाव, पर स्वाधीनता शब्द का अर्थ है
അപ്നെ ഹി അധീൻ രഹ്ന. സ്വാധീനത, സ്വന്തം, സ്വയം എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ ഇവിടെ ഓരോന്നിൻ്റെ അർത്ഥം പറയുന്നുണ്ട്. ഇൻഡിപെൻഡൻസ് കാ അർത്ഥ് ഹേ. ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അനധീനത. അധീനത, ആരുടെയും കീഴിലല്ലാത്ത അവസ്ഥ, അധീനത ഇല്ലായ്മ. യാ കിസിക്ക് അധീനതാക്ക അഭാവം, അല്ലെങ്കിൽ ആരുടെയെങ്കിലും അധീനതയിൽ നമ്മൾ അല്ല എന്നുള്ളത് കാണിക്കുകയാണ് ചെയ്യുന്നത്. ആരുടെയും കീഴിലല്ല നമ്മൾ സ്വന്തമായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. സ്വന്തമായിട്ട് നിൽക്കുക, സ്വയം നിൽക്കുക. പർ സ്വാധീനത ശബ്ദക്കാർത്ത ഹേ. പക്ഷേ സ്വാധീനത എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അപ്നെ ഹി അധീൻ രഹ്ന, നമ്മുടെ കീഴിൽ തന്നെ നിൽക്കുക. നമ്മൾ സ്വയം നമ്മുടെ കീഴിൽ നിൽക്കുന്നതിനാണ് നമ്മൾ സ്വാധീനത. നമുക്ക് സ്വാതന്ത്ര്യം ഇല്ലേ, ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് നിൽക്കാനുള്ള കഴിവ്, ആരുടെയും കീഴിലല്ലാതെ അപ്നെ ഹി അധീൻ രഹ്ന, നമ്മൾ സ്വന്തമായിട്ട് നമ്മളെ കീഴിൽ നിൽക്കുക എന്ന് പറയുന്നത്, അതാണ് സ്വാധീനത എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ അനധീനത യാ കിസിക്ക് അധീനതാക്ക അഭാവ് എന്നാണ് അർത്ഥം. സ്വാധീനത എന്ന് പറഞ്ഞാലോ അപ്നെ ഹി അധീൻ രഹ്ന, ഒരാളുടെയും കീഴിലല്ല, നമ്മൾ സ്വന്തമായിട്ട് നിൽക്കുക. അംഗ്രേസി മേ കഹനാത്തോ സെൽഫ് ഡിപ്പെൻഡൻസ് കർ സക്തേ ഹേ. അപ്പോൾ അതിന് സ്വാധീനത എന്നുള്ളത് നമ്മൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ എന്താണ്? സെൽഫ് ഡിപ്പെൻഡൻസ് എന്നാണ് അതിന് പറയുക. സ്വയം സ്വാശ്രയത്തിൽ, സെൽഫ് ഡിപ്പെൻഡൻസ്, നമ്മൾ സ്വയം നമ്മളെ തന്നെ ആശ്രയിക്കുക, വേറൊരാളെ ആശ്രയിക്കാതെ നമ്മൾ സ്വയം നമ്മളെ തന്നെ ഡിപ്പെൻഡ് ചെയ്യുക. സെൽഫ് ഡിपेंडेंस कर सकते हैं. मैं कभी कभी सोचता हूँ कि इतने दिनों तक अंग्रेज़ी की अनुवर्तिता करने के बाद भी भारतवर्ष इंडिपेंडेंस को अनधीनता क्यों नहीं कर सका. വീണ്ടും പറയണേ, मैं कभी कभी सोचता हूँ, कभी कभी सोचता हूँ. ലേഖാരാണ് ആസാരി പ്രസാദ് ദ്വിവേദി ചിലപ്പോഴങ്ങനെ ചിന്തിക്കുന്നുണ്ട്. എന്താണ് ചിന്തിക്കുന്നത്? ഇത്തനെ ദിനോം തക് അംഗ്രേസി കി അനുവർത്തിത കർണയ്ക്ക് ബാദ്. അനുവർത്തിത പറഞ്ഞാൽ അനുകരിക്കുക. എന്താണ് അനുകരിച്ചത്? എന്താണ്? ഇത്തനെ ദിനത്തെ അംഗ്രേസിക്ക് അനുവർത്തിത കർണയ്ക്ക് ബാദ്, ഇത്രയും നാളുകൾ വരെ ഇംഗ്ലീഷുകാരെ നമ്മൾ അനുകരിച്ചതിന് ശേഷം നമ്മുടെ ഭാരതം ഇൻഡിപെൻഡൻസ് കോ അധീനത ക്യോ നഹീ കർ സക്കാ. ഇൻഡിപെൻഡൻസിനെ അനധീനത എന്ന് എന്തുകൊണ്ട് പറയാനായിട്ട് സാധിക്കുന്നില്ല? ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ അതിനെ അനധീനത എന്നൊരിക്കലും പറയാനായിട്ട് സാധിക്കില്ല. उसने अपनी आज़ादी के जितने भी नामकरण किए, स्वतंत्रता, स्वराज, स्वाधीनता, उन सब में स्व का बंधन अवश्य रखा. അപ്പോൾ अपनी आज़ादी के जितने भी नामकरण किए, നമ്മുടെ സ്വാതന്ത്ര്യം, ആസാദി എന്നുള്ളതിന് പല പേരുകൾ കൊടുത്തു എന്ന് പറയുന്നത്. എന്തെല്ലാം പേരുകളാണ് കൊടുത്തത്? സ്വതന്ത്രത, സ്വരാജ്യ, സ്വാധീനത. ആസാദി എന്നുള്ളതിന് മറ്റ് പേരുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്താണ്? സ്വതന്ത്രത എന്ന് പറയുന്നതും അതുപോലെ തന്നെ സ്വരാജ് എന്ന് പറയുന്നതും സ്വാധീനത എന്ന് പറയുന്നത്. സ്വാധീനതാ ദിവസ്, സ്വതന്ത്രതാ ദിവസ് എന്നൊക്കെ നമ്മൾ പറയുന്നു. അത് ഇൻഡിപെൻഡൻസിന് പറയുന്ന പേരാണ്. അല്ലെങ്കിൽ ആസാദി എന്നുള്ളതിന് നമ്മൾ വേറെ മറ്റ് പേരുകൾ കൊടുത്തണം, നാമകരണം ചെയ്യേ. ഇതിലെല്ലാം എന്തുണ്ടെന്ന് പറയുന്നത് ഉൻ സബ് മേ സ്വ കാ ബന്ധൻ അവശ്യരഖ. ഈ വേർഡിൽ ഏതെല്ലാം വേർഡാണ്? സ്വരാജ്യ, സ്വാധീനത, സ്വതന്ത്രത. ഈ മൂന്ന് വേർഡിലും കോമൺ ആയിട്ട് നമ്മൾ കാണുന്നൊരു വേർഡാണ് സ്വ എന്ന് പറയുന്നത്. ഈ സ്വ കാ ബന്ധൻ അവശ്യരഖ, അതിൽ സ്വ എന്ന് പറയുന്ന ബന്ധനം, ആ സ്വ എന്നുള്ളതിന് നമ്മൾ കോമൺ ആയിട്ട് അതിൽ വെച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. സ്വ എന്ന് പറഞ്ഞാൽ സ്വന്തം, സ്വയം എന്നുള്ള അപ്പനെ എന്നുള്ള അർത്ഥമാണ്. ये क्या समयों की बात है या हमारी समूची परंपरा ही अनजान में हमारी भाषा के द्वारा प्रकट होती रही है. അപ്പോൾ അത് പറയുകയാണെങ്കിൽ സംയോഗവശാൽ അത് പറയുന്ന കാര്യം ഇതാണ്. ഹമാരി സമൂച്ചി പരമ്പരാഹി, നമ്മുടെ മുഴുവൻ പാരമ്പര്യവും, സമൂച്ചി കംപ്ലീറ്റ് മുഴുവൻ പാരമ്പര്യവും അൺജാൻമേ അറിയാതെ തന്നെ ഹമാരി ഭാഷയ്ക്ക് ദ്വാര പ്രകട ഹോത്തി രഹി ഹേ, നമ്മുടെ ഭാഷ മുഖേനയാണ് നമ്മുടെ പാരമ്പര്യത്തെ നമ്മൾ പ്രകടമാക്കുന്നത്. മുझे प्राणी विज्ञानी की बात फिर याद आती है.
സഹജാതവൃത്തി അൺജാനി സ്മൃതിയോം കാഹി നാം ഹേ. നമ്മൾ നേരത്തെ പറഞ്ഞു, ബയോളജിസ്റ്റുകൾ പറയുന്നൊരു കാര്യമാണ്, മനുഷ്യ ശരീരത്തെക്കുറിച്ച് പഠിച്ച അവർ പറയുന്നൊരു കാര്യമാണ്. എന്താണത്? സഹജാത വൃത്തി അൺജാനി സ്മൃതിയോം കാഹി നാം ഹേ. സ്വാഭാവികമായിട്ടുള്ള പ്രവർത്തനം എന്ന് പറയുന്നത്, നമ്മുടെ വികാരങ്ങളുടെ പ്രവർത്തനം എന്ന് പറയുന്നത് അറിയാതെ തന്നെ സ്മൃതിയോം കാഹി നാം ഹേ, നമ്മുടെ ഓർമ്മകളുടെ തന്നെ പേരാണ്. അൺജാനി സ്മൃതിയോം കാഹി നാം ഹേ സഹജാതവൃത്തി. നമ്മുടെ സഹജമായിട്ടുള്ള വാസന, സഹജമായിട്ടുള്ള വികാരം എന്ന് പറയുന്നത് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഓർമ്മകളിലെ ഉണ്ടാവുന്നതാണെന്ന് പറയുന്നത്. സ്വരാജ് ഹോനെ കെ ബാദ് സ്വഭാവതഃ ही हमारे नेता और विचारशील नागरिक सोचने लगे हैं कि इस देश को सच्चे अर्थ में सुखी कैसे बनाया जाए. സ്വരാജ് ഹോനെ കെ ബാദ്, സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം, സ്വരാജ് എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം തന്നെയാണ്, സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം സ്വാഭാവികമായിട്ട് ഹമാരെ നേതാ और വിചാരശീൽ നാഗരിക്, നമ്മുടെ നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ, വളരെയധികം ചിന്താശീലരായിട്ടുള്ള നമ്മുടെ പൗരന്മാരെ, അവരെ സോച്ച്നെ ലഗേ ഹേ, അവർ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്താണ്? ഇസ് ദേശ് കോ സച്ചേ അർത്ഥമേ സുഖി കൈസേ ബനായ ജായ്. ഈ രാജ്യത്തെ ശരിയായ അർത്ഥത്തിൽ എങ്ങനെ അവരെ സുഖമായിട്ട് ജീവിക്കാനായിട്ട് അവർക്ക് എങ്ങനെ സാധിക്കും, അവരെങ്ങനെയാണ് അവർക്ക് നല്ലൊരു ജീവിതം കൊടുക്കാനായിട്ട് സാധിക്കുക എന്നുള്ളത് ആ കാലത്ത് നമ്മുടെ നേതാക്കന്മാരും അതുപോലെ തന്നെ ചിന്താശക്തിയുള്ള പൗരന്മാരും ചിന്തിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്താണ് ചിന്തിക്കാൻ തുടങ്ങിയത്? ഇസ് ദേശ് കോ സച്ചേ അർത്ഥമേ സുഖി കൈസേ ബനായ. ഈ രാജ്യത്തെ നമ്മൾ ശരിയായ അർത്ഥത്തിൽ എങ്ങനെയാണ് നല്ലൊരു രാജ്യമാക്കിയിട്ട് മാറ്റാനായിട്ട് സാധിക്കുക, അവർക്ക് എങ്ങനെ സുഖമായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ച് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നേതാക്കന്മാരെ ചിന്തിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. हमारे देश के लोग पहली बार ये सब सोचने लगे हो, ऐसी बात नहीं है. നമ്മുടെ ദേശ് കെ ലോഗ്, നമ്മുടെ രാജ്യത്തെ ആളുകൾ പഹ്ലി ബാർ യെ സോച്ച്നെ ലഗേ ഹോ, ആദ്യത്തെ പ്രാവശ്യമായിരിക്കും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവുക. ഐസി ബാത്ത് നഹി ഹേ, ഐസി ബാത്ത് നഹി ഹേ എന്നുള്ള, അതായത് അങ്ങനെ ഒരു കാര്യമില്ല, അതായത് അവരാദ്യമായിട്ടാണ് അങ്ങനെ ചിന്തിച്ചു തുടങ്ങിയെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. हमारा इतिहास बहुत पुराना है, हमारे शास्त्रों में इस समस्या को नाना भावों और नाना पहलुओं से विचारा गया है. അപ്പോൾ ഇങ്ങനെ ചിന്തിച്ചു എന്ന് പറയുന്നതും ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കില്ല എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ചരിത്രം എന്ന് പറയുന്നത്, ഹമാര ഇതിഹാസ്, നമ്മുടെ ഹിസ്റ്ററി, നമ്മുടെ ചരിത്രം എന്ന് പറയുന്നത് ബഹുത്ത് പുരാനാഹേ, വളരെ പഴക്കമുള്ള ചരിത്രമാണ്. ഇതിഹാസ് എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററിയാണ്, ചരിത്രം. ഹമാരെ ശാസ്ത്രമേ സമസ്യാക്കോ, നമ്മുടെ ശാസ്ത്രങ്ങളിൽ ഈ പ്രശ്നത്തിന് നാനാഭാവം അവർ നാനാ പഹലുവം സേ വിചാരാഗയാഹേ, ഈ പ്രശ്നത്തിന് പല ഭാവങ്ങൾ, നാനാഭാവം പല ഭാവങ്ങളും, അതുപോലെ നാനാ പഹലുവം സേ പല വശങ്ങളും നിങ്ങളെ കുറിച്ചിട്ട് വിചാരകയാഹേ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. ഹം കോയി നൗ സിഖുയേ നഹീം ഹേ. നൗ സിഖുവേ എന്ന് പറഞ്ഞാൽ പുതിയതായി പഠിച്ചത്. നൗ സിഖുവേ നഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയതായി പഠിച്ചതല്ല. ഹം കോയി, നമ്മളൊന്നും തന്നെ നൗ സിഖുവേ നഹി ഹേ. നൗ എന്ന് നവ്, പുതിയതായിട്ട്, സിഖു എന്നാണ് പഠിച്ചത്, പുതിയതായി പഠിച്ചതൊന്നുമല്ല എന്ന് പറയുന്നത്. ജോ രാത്തോ രാത്ത് അൺജാൻ ജംഗൽ മേ പഹുഞ്ചാക്കർ അരക്ഷിത ചോड़ दिए गए हो. നമ്മളെന്താ പറയുന്നത്? ജോ രാത്തോം രാത്ത് അൺജാൻ ജംഗൽ മേ, രാത്രികളിലെ ഓരോ രാത്രികളിലും, അൺജാൻ ജംഗൽ മേ പഹുഞ്ചാക്കർ, നമ്മൾ അറിയാത്ത കാടുകളിൽ ചെന്നിട്ട്, അരക്ഷിത ചോड़ दिए गए हो, നമ്മുടെ അരക്ഷിതാവസ്ഥ നമ്മളവിടെ ഉപേക്ഷിച്ച് കഴിഞ്ഞിട്ടുള്ളതാണ്. ഹമാരി പരമ്പര മഹിമാമയി, ഉത്തരാധികാർ വിപുൽ और സംസ്കാർ ഉജ്ജൽ ഹി. ഇനി നമ്മുടെ പാരമ്പര്യം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഹമാരി പരമ്പര കൈസി ഹി, നമ്മുടെ പാരമ്പര്യം എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് പറയുന്നത് മഹിമാമയി, വളരെ മഹിമയുള്ളതാണ്. ഉത്തരാധികാർ വിപുൽ, വളരെ വിപുലമായിട്ടുള്ള അധികാരത്തോടു കൂടിയിട്ടുള്ളതാണ്. ആർ ഉജ്ജ്വൽ സംസ്കാർ ഹി, നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് വളരെ ഉജ്ജ്വലമായിട്ടുള്ള സംസ്കാരമാണ്.
ഭാരതത്തിൻ്റെ സംസ്കാരം എന്ന് പറയുന്നത് വളരെ മഹിമയുള്ളതാണ്. അതുപോലെ തന്നെ വിപുലമായിട്ടുള്ള ഉത്തരാധികാരമുള്ളതാണ്. അതുപോലെ തന്നെ സംസ്കാര ഉജ്ജ്വൽ ഹേ, വളരെ ഉജ്ജ്വലമായിട്ടുള്ള സംസ്കാരത്തിൻ്റെ ഉടമകളാണ് നമ്മൾ. हमारे अनजान में भी ये बातें हमें एक खास दिशा में सोचने की प्रेरणा देती है. हमारे अनजान में भी, നമ്മൾ അറിയാതെ തന്നെ ये बातें, ഈ കാര്യങ്ങൾ हमें एक खास दिशा में, खास എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ, ഒരു പ്രത്യേക ദിശയിലേക്ക്, हमें एक खास दिशा में सोचने की प्रेरणा देती है, ചിന്തിക്കാനുള്ള പ്രേരണ നമുക്ക് തരുന്നു. അപ്പം നമ്മുടെ പാരമ്പര്യം എന്ന് പറയുന്നത് महिमामयी विपुल उत्तराधिकार और उज्जवल संस्कार है. അതുകൊണ്ട് തന്നെ हमें एक प्रत्येक दिशा में सोचने की प्रेरणा देती है. हमारे अनजान में भी, നമ്മളറിയാതെ തന്നെ ഒരു പ്രത്യേക ദിശയിലേക്ക്, പ്രത്യേക ഡയറക്ഷനിലേക്ക് നമുക്ക് ചിന്തിക്കാനുള്ള പ്രേരണ നമുക്ക് തരുന്നുണ്ട്. ये ज़रूर है कि परिस्थितियाँ बदल गई है. ഒരു കാര്യം തീർച്ചയാണ്, हमारी परिस्थितियाँ बदल ही गई है, നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മുടെ സാഹചര്യങ്ങൾ, എൻവയോൺമെൻറ്റ് बदल गई है, മാറിപ്പോയി. ഉപകरण नए हो गए हैं और उलझनों की मात्रा भी बढ़ गई है. എന്താ പറയുന്നത്? ഉപകरण नए हो गए हैं, നമ്മുടെ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളൊക്കെ പുതിയതായിട്ട് മാറി, നമ്മുടെ പരിസ്ഥിതികളൊക്കെ മാറിക്കഴിഞ്ഞു. നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ നയേ ഹോ ഗയേ ഹേ, അതെല്ലാം പുതിയതായി. और उलझनों की मात्रा भी, ഉലജ്ജൻ എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ, നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ, ഉലജ്ജനം കി മാത്ര ബി ബഹുത്ത് ബഡ് ഗയി ഹി, നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ മാത്രമാണ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. पर मूल समस्याएं बहुत अधिक नहीं बदली है. അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, മൂൽ ബേസിക് ആയിട്ടുള്ള പ്രോബ്ലംസ്, സമസ്യായം പ്രശ്നങ്ങൾ, ബേസിക് പ്രോബ്ലംസ് ബഹുത്ത് അധിക നഹി ബദലി ഹി, അതൊരുപാടൊന്നും മാറിയിട്ടില്ല. അപ്പോൾ നമ്മൾ പ്രശ്നങ്ങൾ, കുരുക്കുകൾ അതുമാത്രമാണ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പരിസ്ഥിതി മാറി എന്ന് പറഞ്ഞു, ചുറ്റുപാട് മാറി എന്ന് പറഞ്ഞു, പക്ഷേ നമ്മുടെ ബേസിക് ആയിട്ടുള്ള പ്രോബ്ലംസ്, നമ്മൾ ഫേസ് ചെയ്യുന്ന ബേസിക് പ്രോബ്ലംസ് ബഹുത്ത് അധിക നഹി ബദലി ഹി, വളരെയധികമൊന്നും അതിന് മാറ്റം സംഭവിച്ചിട്ടില്ല. भारतीय चित्त जो आज भी अनधीनता के रूप में न सोचकर स्वाधीनता के रूप में सोचता है. ഭാരതീയ മനുഷ്യർ, ആ മനുഷ്യ മനസ്സ് ആജ് ബി, ഇന്നും അനധീനത കെ രൂപ മേ ന സോച്ച്കർ, അനധീനതയെക്കുറിച്ച് ചിന്തിക്കാതെ സ്വാധീനത കെ രൂപ മേ സോച്ച്താ ഹെ, സ്വാധീനത എന്നുള്ള രൂപത്തിലാണ് നമ്മൾ ചിന്തിക്കുന്നത്. സ്വാതന്ത്ര്യം എന്ന രൂപത്തിലാണ് നമ്മൾ ചിന്തിക്കുന്നത്, അല്ല മറ്റുള്ളവരുടെ കീഴിൽ എന്നുള്ള രൂപത്തിലല്ല നമ്മൾ ചിന്തിക്കുന്നത്. പകരം സ്വാധീനതാക്കിയ രൂപമേ സോചിച്ചത്. അപ്പം മനുഷ്യൻ്റെ, നമ്മുടെ ഭാരതീയരുടെ ഓരോ വ്യക്തികളുടെയും മനസ്സെന്ന് പറയുന്നത് നമ്മൾ സ്വാതന്ത്ര്യത്തിൻ്റെ രൂപത്തിലാണ് ചിന്തിക്കുന്നത്. വ ഹമാരെ ദീർഘകാലീൻ സംസ്കാരം കാ ഫൽ ഹേ, ഇത് നമ്മുടെ ദീർഘകാലമായിട്ട്, ഒരുപാട് കാലങ്ങളായിട്ടുള്ള നമ്മുടെ സംസ്കാരത്തിൻ്റെ ഫലമാണ്, നമ്മുടെ ഉജ്ജ്വലമായ സംസ്കാരത്തിൻ്റെ ഫലമാണ്, നമ്മുടെ പാരമ്പര്യത്തിൻ്റെ, നമ്മുടെ സംസ്കാരത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഇങ്ങനെ ചിന്തിക്കുന്നത്. ഏത് രൂപത്തിലെ? സ്വാധീനത കെ രൂപ മേ സോച്ച്താ ഹേ. വ സ്വ കെ ബന്ധൻ കോ ആസാനി സെ നഹി ചോട് സക്ത. എന്താ പറയുന്നത്? ആ നേരത്തെ നമ്മൾ പറഞ്ഞു സ്വരാജ്യ, സ്വാധീനത, അതുപോലെ തന്നെ ഒന്നുകൂടി സ്വതന്ത്രത. ഈ മൂന്നിലും സ്വക ബന്ധൻ ഹേ എന്ന് പറഞ്ഞു. സ്വ എന്നുള്ള ബന്ധനമുണ്ട്. വ സ്വക ബന്ധൻ കോ ആസാനി സെ നഹി ചോട് സക്ത. ഈ സ്വ എന്ന് പറയുന്ന ബന്ധനത്തെ നമുക്ക് ഒരിക്കലും ഉപേക്ഷിക്കാനായിട്ട് സാധിക്കില്ല. അത്ര പെട്ടെന്ന് ഉപേക്ഷിക്കാൻ പറ്റുന്ന ഒന്നല്ല സ്വ എന്ന് പറയുന്നത്. സ്വാധീനത, സ്വതന്ത്രത എന്ന് പറയുന്നതിലെ ആ സ്വയെ നമുക്ക് ഒരിക്കലും പെട്ടെന്ന് ഉപേക്ഷിക്കാനായിട്ട് സാധിക്കില്ല, എളുപ്പത്തിൽ ഉപേക്ഷിക്കാനായിട്ട് പറ്റില്ല. अपने आप पर अपने आप के द्वारा लगाया हुआ बंधन हमारी संस्कृति की बड़ी भारी विशेषता है. अपने आप पर, നമ്മൾ സ്വയം, अपने आप के द्वारा നമ്മൾ സ്വയം, നമ്മൾ മുഖേന തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ബന്ധനം എന്ന് പറയുന്നത് ഹമാരി സംസ്കൃതിക്ക് ബഡി ഭാരി വിശേഷത ഹേ, നമ്മുടെ സംസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ വിശേഷത എന്ന് പറയുന്നത് ഇതാണ്. ഏതാണ്? പോയിൻ്റാണ്. അപ്പനെ ആപ്പ് പർ അപ്പനെ ആപ്പ് കെ ദ്വാര ലഗായ ഹുവ ബന്ധൻ യേ ഹമാരി സംസ്കൃതിക്ക് ബഡി ഭാരി വിശേഷത ഹേ, നമ്മുടെ സംസ്കാരത്തിൻ്റെ, നമ്മുടെ പാരമ്പര്യത്തിൻ്റെ ഏറ്റവും വലിയ വിശേഷതയായിട്ട് പറയുന്നതാണ് നമ്മൾ സ്വയം, നമ്മൾ മുഖേന ഉണ്ടാക്കിയിട്ടുള്ള ബന്ധനം. ആ സ്വ എന്ന് പറയുന്ന ബന്ധനം, അതാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ വിശേഷത. അത് നമുക്ക് ഒരിക്കലും ഉപേക്ഷിക്കാനായിട്ട് സാധിക്കില്ല.
मैं ऐसा तो नहीं मानता कि जो कुछ हमारा पुराना है, जो कुछ हमारा विशेष है, उससे हम चिपड़े ही रहे. നമുക്ക് ഇങ്ങനെയും കണക്കാക്കാനായിട്ട് സാധിക്കില്ല. मैं ऐसा तो नहीं मानता, നമുക്ക് ഇങ്ങനെ കണക്കാക്കാൻ സാധിക്കില്ല. जो कुछ हमारा पुराना है, എന്താണോ നമ്മുടെ പഴയതായിട്ടുള്ളത്, जो कुछ हमारे विशेष है, എന്താണോ നമുക്ക് പ്രത്യേകമായിട്ടുള്ളത്, ഉസ്സെ ഹം ചിപടെ ഹി രഹേ, അതിനോട് നമ്മൾ പറ്റിച്ചേർന്ന് ഒട്ടിച്ചേർന്നിരിക്കുകയാണ് ചെയ്യുന്നത്. മേ ഐസാ തോ നഹി മാനത്ത, എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ലേഖൻ പറയണ നമ്മുടെ പഴയ പാരമ്പര്യങ്ങൾ, നമുക്ക് പ്രത്യേകമായിട്ട് കിട്ടിയുള്ള കുറച്ച് കാര്യങ്ങൾ, അതിനോട് നമ്മൾ ചേർന്നിരിക്കുകയാണെന്ന് പറയുന്നത്. പക്ഷേ ലേഖൻ പറയണ മേ ഐസാ തോ നഹി മാനത്ത, എനിക്ക് അങ്ങനെ തോന്നുന്നില്ല എന്നാണ് പറയുന്നത്. പുരാനെ കാ മോഹ് സബ് സമയ വാഞ്ചനേ ഹി നഹി ഹോത്ത. പുരാനെ, പഴയ കാര്യങ്ങളെന്ന് പറയുന്നത്, അതിനോടുള്ള മോഹം, പുരാനേക്ക മോഹ്, ആ പഴയ പാരമ്പര്യത്തിലുള്ള മോഹം എന്ന് പറയുന്നത് സബ് സമയം, എല്ലാ സമയവും വാഞ്ചനീഹി നഹി ഹോത്ത, ഒരിക്കലും അത് അഭിലഷണീയമല്ല, അത് നമുക്കൊരിക്കലും പ്രാവർത്തികമാക്കാനായിട്ട് പറ്റില്ല എന്ന് പറയുന്നത്. മരേ ബച്ചേക്കോ ഗോദമേ ദബായ രഖ്നെ വാലി ബന്ദരിയ മനുഷ്യക്ക ആദർശ നഹീം ബൻ സക്തി. ഇവിടെ പറയുന്നുണ്ട് മരേ ബച്ചേക്കോ, അതായത് ബന്ദരിയ എന്ന് പറഞ്ഞാൽ പെൺകുരങ്ങാണ്. അതിൻ്റെ കുരങ്ങൻ്റെ കുഞ്ഞ് മരിച്ചുപോയി, എന്നിട്ട് അതിനെ മടിയിൽ ചേർത്ത് പിടിച്ചിരിക്കുന്ന ആ പെൺകുരങ്ങ്, അപ്പോൾ മനുഷ്യക്ക് ആദർശ നഹീം ബൻ സക്തി, അതൊരിക്കലും മനുഷ്യന് ആദർശമായി തീരില്ല. അപ്പം ആ കുഞ്ഞ് മരിച്ചു പോയിട്ട് അതിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന പെൺകുരങ്ങ് എന്ന് പറയുന്ന ആ ഒരു ആദർശം, അത് മനുഷ്യനൊരിക്കലും ആദർശമായിട്ടിരിക്കില്ല എന്ന് പറയുന്നത്. പരന്തു മേ ഐസാ ബി നഹി സോച്ച് സക്താ കി ഹം നയി അനുസന്ധിപ്സാ കെ നശേ മേ ചൂർ ഹോക്കർ അപ്പന സർബസ് ഖോധേ. സർബസ് എന്ന് പറഞ്ഞാൽ സർവസ്വ്, എല്ലാം. ഖോന എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെടുത്തുക. അനുസന്ധിപ്സ എന്ന് പറഞ്ഞാൽ ഗവേഷണം. ഇവിടെ എന്താ പറയുന്നത്, പരന്തുമേ ഐസാബി നഹി സോചക്ത, എനിക്ക് ഇങ്ങനെയും ചിന്തിക്കാൻ കഴിയുന്നില്ല. എന്താണ്, ഹം നൈ അനുസന്ധിപ്സാക്കിയ നശമേ, നശ എന്ന് പറഞ്ഞാൽ ലഹരി, പുതിയ ഗവേഷണത്തിൻ്റെ ലഹരിയിലെ ചൂർ ഹോക്കർ, മുഴുകിക്കൊണ്ട്, മഗ്ന ഹോക്കർ, ചൂർ ഹോക്കർ എന്ന് പറഞ്ഞാൽ മുഴുകിക്കൊണ്ട്, അതായത് പുതിയ ഗവേഷണത്തിൻ്റെ ലഹരിയിലൊക്കെ മുഴുകിക്കൊണ്ട്, അപ്പന സർബസ് ഗോധേ, നമ്മുടെ സ്വയം എല്ലാം നഷ്ടപ്പെടുത്തണം എന്നുള്ള കാര്യം, അങ്ങനെയുള്ള ചിന്തയൊന്നും എനിക്കില്ല, അങ്ങനെയൊന്നും ചിന്തിക്കാനായിട്ട് എനിക്ക് സാധിക്കില്ല എന്നാണ് ലേഖൻ പറയുന്നത്. കാളിദാസിനെ കഹാദാക്കി സബ് പുരാനെ അച്ഛെ നഹി ഹോത്തെ, സബ് നയെ ഗരാബ് ഹി നഹി ഹോത്തെ. ഇനി വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പോയിറ്റാണ് കാളിദാസൻ, മേഘസന്ദേശം. കാളിദാസൻ പറയാണ് സബ് പുരാനെ അച്ഛെ നഹി ഹോത്തെ, നമ്മൾ പറയും എല്ലാ പഴയതും അച്ഛനെ ഹോത്തെ നല്ലതാവണമെന്നില്ല. അതുപോലെ തന്നെ സബ് നയ ഗരാബ് ഹി നഹി ഹോത്തെ, പുതിയതായ കാര്യങ്ങളെല്ലാം മോശമാവണമെന്നില്ല. രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. സബ് പുരാനെ അച്ഛനെ ഹോത്തെ, ചിലപ്പോൾ സെൻറ്റൻസ് വന്നിട്ട് അത് ചിലപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ചോദിക്കാം. എന്താണ് സബ് പുരാനെ അച്ഛനെ ഹോത്തെ, അനോട്ടേഷനായിട്ട് ചോദിക്കാം. എല്ലാ പഴയ കാര്യങ്ങളല്ലാതെ നല്ലതാവണമെന്നില്ല, അതുപോലെ എല്ലാ പുതിയ കാര്യങ്ങളും മോശമാവണമെന്നില്ല. भले लोग दोनों की जांच कर लेते हैं, जो हितकर होता है उसे ग्रहण करते हैं, और मूढ़ लोग दूसरों के इशारे पर भड़कते रहते हैं. ഇവിടെ പറയണത് ഭലേ ലോക, നല്ല ആളുകൾ എന്ത് ചെയ്യുന്നു, ദോനോക്കി ജാഞ്ച് കർത്തേ ഹേ, പഴയതായാലും പുതിയതായാലും രണ്ടിനെ അവർ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്, അതിനെ പരീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ജോ ഹിതഹർ ഹോത്താ ഹി ഉസേ ഗ്രഹൺ കർത്തേ ഹേ, ഏതാണ് നല്ലതായിട്ട് തോന്നുന്നത്, ഹിതകരമായിട്ട് തോന്നുന്നത്, അതിനെ ഗ്രഹൺ കർത്തേ ഹേ, സ്വീകാർ കർത്തേ ഹേ, നല്ലതിനെ സ്വീകരിക്കുന്നു. അതാണ് നല്ല ആളുകൾ ചെയ്യുക. രണ്ടും അവർ നോക്കും, അന്വേഷിച്ചറിയും, എന്നിട്ടതിലെ നല്ലതിനെ സ്വീകരിക്കും. അവർ മൂഢ ലോക് ദൂസറോ കി ഇശാരെ പർ ഭടക്തെ രഹത്തെ ഹേ, എന്നാൽ മൂഢന്മാരായിട്ടുള്ള ആളുകൾ, വിഡ്ഢികൾ, അവരെന്ത് ചെയ്യുന്നു, ദൂസറോ കി ഇശാരെ പർ, മറ്റുള്ളവർ പറയുന്നതിനനുസരിച്ച്, മറ്റുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നതിനനുസരിച്ച് ഭടക്തെ രഹത്തെ ഹേ, അലഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ഇവിടെ ഭലേ ലോഗ് ക്യാ കർ രഹേ ഹേ, दोनों की, अदाയത് पुराने या नए, दोनों की जांच कर लेते हैं, और जो हिതർ होता है उसे स्वीकार करते हैं. ഹിതകരമായത്, ശരിയെന്ന് തോന്നുന്നതിനെ അവിടെ സ്വീകരിക്കുന്നു. എന്നാൽ മൂഢലോക് അല്ലെങ്കിൽ വിഡ്ഢികളായിട്ടുള്ള ആളുകൾ ദൂസറോ കി ഇശാരെ പർ കാം കർത്തേ ഹേ, മറ്റുള്ളവർ പറയുന്നതിനനുസരിച്ചാണ് അവർ പ്രവർത്തിക്കുന്നത്. സോ ഹമേ പരീക്ഷ കർക്കെ ഹിതകർ ബാത്ത് സോച്ച് ലേനി ഹോഗി,
और अगर हमारे पूर्व संचित भंडार में वह हितकर वस्तु निकल आए तो इससे बढ़कर और क्या हो सकता है. സോ അതുകൊണ്ട് നമ്മെ നമ്മൾ പരീക്ഷിച്ചിട്ട് വേണം, അതായത് നമ്മൾ ഗവേഷണം നടത്താൻ നമ്മൾ അതിനെക്കുറിച്ച് അന്വേഷിച്ച് പരീക്ഷിച്ച് അറിഞ്ഞതിന് ശേഷം ഹിതകർ ബാത്ത് സോച്ച്ലേനി ഹോഗി, ശരിയായ കാര്യം, നമ്മൾ ഹിതകരമായിട്ടുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ട് വരും. അഗർ ഹമാരെ പൂർവ്വസഞ്ചിത് ഭണ്ഡാർമേ, അതുമാത്രമല്ല നമ്മുടെ മുമ്പ് നമ്മൾ കളക്ട് ചെയ്യുക, പൂർവ്വസഞ്ചിത് തന്നെ മുൻപ് കളക്ട് ചെയ്ത നമ്മുടെ ഭണ്ഡാർമേ, നമ്മുടെ ട്രഷറിയിൽ, നമ്മുടെ ആ ശേഖരത്തിൽ ഹിതകർ വസ്തു നികലായി, അതിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഹിതകരമായിട്ടുള്ള വസ്തു നമുക്ക് കിട്ടുകയാണെങ്കിൽ തോയ്സെ ബഡ്കർ ഓർ ക്യാ ഹോ സക്താ ഹി, ഇതിലും നല്ലത് നമുക്ക് പിന്നെ വേറെ എന്താണ് കിട്ടാനുള്ളത്. അപ്പോൾ നമ്മൾ പരീക്ഷിച്ചറിഞ്ഞുകൊണ്ട് ശരിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു വസ്തു, അത് നമ്മൾ ഒരുപാട് മുൻപ് കളക്ട് ചെയ്ത ആ ശേഖരത്തിൽ നിന്ന് ഈ ഹിതകരമായ വസ്തു, നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മൾ അന്വേഷിക്കുന്ന വസ്തു കിട്ടിക്കഴിഞ്ഞാൽ ഇതിനേക്കാളും വലുതായിട്ട് വേറെ എന്താണുള്ളത്. ഇസ്സെ ബഡ്കർ ഓർ ക്യാ ഹോ സക്താ ഹി, ഇതിലും കൂടുതലായിട്ട് നമുക്ക് എന്താണ് കിട്ടാനുള്ളത്. അപ്പോൾ ഇതിൽ ആസാരി പ്രസാദ് ദ്വിവേദിയുടെ ഒരു വലിയൊരു പാരഗ്രാഫാണ് ഇവിടെ പറഞ്ഞത്. നമ്മൾ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ സ്വാധീനത എന്നുള്ളത് എന്താണെന്ന് പറഞ്ഞു. ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താ അർത്ഥം പറഞ്ഞത്? ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിസിക്ക് അധീനതാക്ക അഭാവം എന്നാണ് പറയുന്നത്, അനധീനത എന്നാണ് പറയുന്നത്. ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ അനധീനത എന്നാണ്. കിസിക്ക് അധീനതാക്ക അഭാവം, അത് ആരുടെയും കീഴിലല്ല എന്നുള്ളത്. സ്വാധീനതയുടെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അപ്പരേ ഹി അധീനതയാണ്, അതായത് ആരുടെയും കീഴിലല്ല എന്നാണ് നമ്മൾ സ്വയം നമ്മളായിട്ട് നമ്മൾ ജീവിക്കുക. അവിടെ മൂന്നിലും പറയുന്നത് അത് സ്വാധീനത എന്ന് പറയുന്നതിൻ്റെ അപ്പനെ ഹി അധീൻ രഹന എന്ന് പറഞ്ഞാൽ നമ്മളെ കീഴിൽ തന്നെ, അതായത് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ സെൽഫ് ഡിപ്പെൻഡൻസ് എന്ന് പറയും, സ്വാശ്രയം, നമ്മൾ സ്വയം നമ്മളെ തന്നെ ആശ്രയിക്കുക. ഇതിലൊക്കെ വരുന്നൊരു വേർഡാണ്, നമ്മൾ കോമൺ ആയിട്ട് പറയുന്നൊരു വേർഡാണ് സ്വ എന്ന് പറയുന്ന ബന്ധനം. സ്വാധീനതയായാലും സ്വതന്ത്രതയായാലും സ്വരാജ്യമായാലും ഇതാണ് നമ്മൾ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഇത് ആസാദിക്ക ദൂസര നാമകരൺ ഹേ, മറ്റ് പേര് കൊടുത്തിട്ടുള്ളതാണ് ഈ സ്വാധീനത, സ്വതന്ത്രത എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഈ മൂന്ന് കാര്യങ്ങളാണ് വരുന്നത്. യഹാ സ്വക ബന്ധനക്ക് ഹമേ കബി ചോട് നഹി സക, ആ ബന്ധനത്തെ നമുക്ക് ഒരിക്കലും ഉപേക്ഷിക്കാനായിട്ട് സാധിക്കില്ല എന്നാണ് ലേഖകൻ പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പാരമ്പര്യം എന്ന് പറയുന്നത് മഹിമാമയാണ്, ഉത്തരാധികാർ വിപുലാണ്, ഉജ്ജ്വൽ സംസ്കാർ ഹേ, നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് വളരെ ഉജ്ജ്വലമായിട്ടുള്ള സംസ്കാരമാണ്. നമുക്ക് ഹമാരെ ഇതിഹാസ് ബഹുത് പുരാനാഹി, നമ്മുടെ ചരിത്രം പറയുന്നത് വളരെ പഴക്കമുള്ള ചരിത്രമാണെന്ന് പറയുന്നത്. പിന്നെ ഇതിൽ പറയുന്നുണ്ട് ഒരുപാട് സമസ്യ, അതായത് നമ്മുടെ ചുറ്റുപാടുകൾ സാഹചര്യങ്ങൾ മാറി എന്ന് പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ പ്രശ്നങ്ങളിൽ ഉൾപ്പെടുന്നത് അല്ലെങ്കിൽ നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒരിക്കലും മാറുന്നില്ല എന്നാണ്, വലിയ കാര്യമായിട്ടെല്ലാം മാറ്റം സംഭവിക്കുന്നില്ല എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴും ഭാരതീയർ ചിന്തിക്കുന്നത് സ്വാധീനതാക്കിയ രൂപം സോച്ചിത്താഹി എന്ന് പറയുന്നത്, നമ്മൾ സ്വാതന്ത്ര്യത്തിൻ്റെ രൂപത്തിലാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതായത് സ്വാക്യബന്ധനക്കോ ആസാനീസേ നഹീം ചോട് സക്ത, നമുക്കത് പെട്ടെന്ന് എളുപ്പത്തിൽ ഉപേക്ഷിക്കാൻ പറ്റുന്ന ഒന്നല്ല. പിന്നെ ഹമാരി സംസ്കൃതിക്ക് ബഡി ഭാരി വിശേഷത ക്യാ ഹേ, എന്താണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്? അപ്പനെ ആപ് പർ അപ്പനെ ആപ്കെ ദ്വാര ലഗായ ഹുവ ബന്ധൻ, അതായത് സ്വാ എന്ന് പറയുന്ന ആ ബന്ധൻ, അതാണ് ഏറ്റവും വലിയ വിശേഷതയായിട്ട് ഇതിൽ പറയുന്നത്. പിന്നെ കാളിദാസൻ പറയുന്ന ഒരു വരിയുണ്ട്, അതായത് സബ് പുരാന അച്ചി നഹി ഹോത്തെ സബ് നയെ ഖരാബ് ഹി നഹി ഹോത്തെ, അതായത് എല്ലാ പഴയതും നല്ലതാവണമെന്നില്ല, എല്ലാ പുതിയതും മോശമാവണമെന്നില്ല. നല്ല ആളുകൾ ഭലേ ലോക് ദോനോക്ക് ജാഞ്ച് കർത്തേ ഹേ, ദോനോക്ക് പരീക്ഷ കർത്തേ ഹേ, और जो हिदहर होता है उसे स्वीकार करते हैं. ഈ രണ്ടിനെയും പരീക്ഷിച്ച് നല്ലതിനെയും അല്ലാതെ പഴയതിനെയും പുതിയതിനെയും പരീക്ഷിച്ച് നിരീക്ഷിച്ച് അറിഞ്ഞതിന് ശേഷം അതിനെ നല്ലതിനെ സ്വീകരിക്കുന്നു. എന്നാൽ മൂഡ് ലോക് വിഡ്ഢികൾ അവരെന്ത് ചെയ്യുന്നു? ദൂസറോക്ക് ഇഷാരസേ ഭടക്തെ രഹത്തെ ഘൂംത്തെ രഹത്തെ ഹേ. അപ്പോൾ നമ്മൾ ശരിക്കും പരീക്ഷിച്ചറിഞ്ഞ് അന്വേഷിച്ചറിഞ്ഞ് അതിൽ നല്ലത് എന്താണെന്ന് കാണിച്ചാൽ അതിനെ നമ്മൾ സ്വീകരിക്കുക എന്നാണ് ഇതിൽ പറയുന്നത്. അത് നമുക്ക് നമ്മളെ മുമ്പ് കളക്ട് ചെയ്ത ആ ശേഖരത്തിൽ നിന്ന് ആ കളക്ഷനിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഇതിനപ്പുറമായിട്ട് വേറെ എന്താണ് നമുക്ക് കിട്ടാനുള്ളതെന്നാണ് ലേഖകൻ ചോദിക്കുന്നത്. ഓക്കെ, താങ്ക് യു.